നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടാക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡിലീത്തോ പരാഹെ പാഠഭാഗത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു കഥയാണ്. പ്രോക്തി കഹാനി കഹാനിക്കാർ കനകശശി. ഈ കഥ എഴുതിയത് കനകശശിയാണ്. ഈ പാഠഭാഗത്തിൽ താൻ ഒരു പെൺകുട്ടിയായതിനാൽ സ്വന്തം വീട്ടിൽ അന്യയാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയുടെ കഥയാണ് ഗുഡിലീത്തോ പരാഹെ. പാഠഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡിലീത്തോ പരാഹെ കഹാനി കിസ്നെ ലിഖി ഗയി ഹെ. ഗുഡിലീത്തോ പരാഹെ എന്ന കഥ ആരാണ് എഴുതിയത്? ഉത്തർ കനകശശി. കനകശശിയാണ് ഈ കഥ എഴുതിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗുഡിലിക്കോ ക്യാ അച്ഛാ നഹി ലഗ്തി ഹെ. ഗുഡിലിക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്? ഉത്തർ ബുവാക്കി നസീഹത്തി. ബുവ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരി, അതായത് അപ്പച്ചി. അപ്പച്ചിയുടെ ഉപദേശമാണ് ഗുഡിലിക്ക് ഇഷ്ടമല്ലാത്തത്. ബുവാക്കെ മത്തമേ ലടിക്കോംക അപ്പന ഗർ കഹാ ഹെ. അപ്പച്ചിയുടെ അഭിപ്രായത്തിൽ പെൺകുട്ടികളുടെ സ്വന്തം വീട് എവിടെയാണ്? ഉത്തർ സസുരാൽ. ഭർത്താവിൻ്റെ വീടിനെയാണ് സസുരാൽ എന്ന് പറയുന്നത്, അമ്മായിച്ചൻ്റെ വീട്. ബുവയുടെ അഭിപ്രായത്തിൽ പെൺകുട്ടികളുടെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡിലി अपनी दीदी के साथ बिताए मज़ेदार दिनों की याद करने लगी. ഗുഡിലി തൻ്റെ ചേച്ചിയോടൊപ്പം ചിലവഴിച്ച രസകരമായ ദിനങ്ങൾ ഓർമ്മിക്കാൻ തുടങ്ങി. ഉസ്കി യാദ് മേ ക്യാ ക്യാ ആയേ ഹോംഗെ ലിഖേ. അവളുടെ ഓർമ്മയിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും? എഴുതാം. ഉത്തർ സാത്ത് സാത്ത് കഹാനിയ പഠന. ഒരുമിച്ചിരുന്ന് കഥകൾ വായിച്ചത്. ഗാനെ ഗാന പാട്ടുപാടിയത്. ചിത്ര ബനാന ചിത്രം വരച്ചത്. മസ്തി കർണ ആനന്ദിച്ചത്. ഓർ ഗൂബ് ഹസ്ന ഒരുപാട് ചിരിച്ചത്. ഇതെല്ലാമാണ് ഗുഡിലി തൻ്റെ ചേച്ചിയോടൊപ്പം ചെലവഴിച്ച രസകരമായ ദിവസങ്ങൾ ഓർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മുഹ് ഉത്തർ ഗയ ക മത്ലബ് ക്യാ ഹെ. മുഖം മ്ലാനമാവുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തർ ഉദാസ് ഹോ ഗയി. ദുഃഖിതയായി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡിലി കിസ് ബാത്ത് മേ കുച്ച് ഖാസ് പസന്ത് നഹി കർത്തി ഹെ. ഗുഡിലിക്ക് ഏത് കാര്യമാണ് വിശേഷിച്ച് ഇഷ്ടമല്ലാത്തത്? ഉത്തർ ബഡി ബുവാസെ ബാത്തേം കർണ. ബുവയോട് സംസാരിക്കുന്നതാണ് ഗുഡിലിക്ക് ഇഷ്ടമല്ലാത്തത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഷാദിക്ക് കാർഡ് മേ ഗുഡിലി കാ നാം ക്യൂ നഹി ചപ്പവായ. കല്യാണക്കാർഡിൽ എന്തുകൊണ്ടാണ് ഗുഡിലിയുടെ പേര് അച്ചടിക്കാതിരുന്നത്? ഉത്തർ ഗർ കി ലടിക്കോം കെ നാം കാർഡ് പർ നഹി ചപ്പത്തെ. വീട്ടിലെ പെൺകുട്ടികളുടെ പേര് കാർഡിൽ അച്ചടിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾ നഹീം ഹേരെ അപ്പനി ഗർ കി ചോരിയോം കെ നാം കാർഡ് പർ നഹി ചപ്പത്തെ. മറന്നതല്ല കുട്ടി, വീട്ടിലെ പെൺകുട്ടികളുടെ പേര് കാർഡിൽ അച്ചടിക്കാറില്ല. ദാവൂജി കെ ഇസ് പ്രസ്താവ് പർ ആപ്കാ വിചാർ ക്യാ ഹെ. വല്യച്ഛൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഉത്തർ ലഡ്കോം കി അപേക്ഷ ലഡ്കിയോം കെ പ്രതി ഭേദഭാവ് രഖ്ന ബിൽക്കുൽ അനുചിത് ഹെ. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ നേരെ ഒരു വ്യത്യാസം കാണിക്കുന്നത് തികച്ചും ഉചിതമല്ലാത്തതാണ്. ലഡ്കിയോം കോ ബി ലഡ്കോം ജैसे അധികാരോം ക ഹക്ക് ഹെ. പെൺകുട്ടികൾക്കും ആൺകുട്ടികളുടേതുപോലെ തന്നെ അധികാരവും അവകാശവും ഉണ്ട്. അടുത്തത്, ബുവാനെ ഗുഡിലിക്കോ ക്യൂം ഡാട്ട. അപ്പച്ചി എന്തുകൊണ്ടാണ് ഗുഡിലിയെ വഴക്ക് പറഞ്ഞത്? ഉത്തർ ഷാദിക്ക് ഘർ മേ റോന അശുഭ് ബാത്ത് ഹെ. കല്യാണ വീട്ടിൽ കരയുന്നത് അശുഭകരമായ കാര്യമാണ്. ഇസ്ലിയെ ബുവാനെ ഗുഡിലിക്കോ ഡാട്ട. ഇതുകൊണ്ടാണ് അപ്പച്ചി ഗുഡിലിയെ വഴക്ക് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, അബ് ചൽ ബാഗ് യഹാ സെ. യഹ് കിസ്നെ കിസ്സെ കഹ. ഇപ്പോൾ ഇവിടെ നിന്നു പോകൂ. ഇത് ആരോട് പറഞ്ഞു? ഉത്തർ താവൂജിനെ ഗുഡിലി സെ കഹ. വല്യച്ഛൻ ഗുഡിലിയോടാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, മാനെ ഗുഡിലി സെ കഹാ കി യേ ദിൻ ഫിർ ലൗട്ട് കെ നഹി ആനെ വാലെ ഹെ. അമ്മ ഗുഡിലിയോട് പറഞ്ഞു, ഈ ദിവസങ്ങളൊന്നും തിരിച്ച് ലഭിക്കുകയില്ല. ഇൻഹെ ജീ ഭർ കെ ജീലെ. ഇത് സന്തോഷമായി ജീവിക്കൂ. മാനെ ക്യൂം ഐസാ കഹാ ഹോഗ. അമ്മ എന്തുകൊണ്ടായിരിക്കും ഗുഡിലിയോട് ഇങ്ങനെ പറയാൻ കാരണം? ഉത്തർ ഗുഡിലി 14 വർഷ കി ലഡ്കി ഹെ. 14 വയസ്സുള്ള പെൺകുട്ടിയാണ് ഗുഡിലി. ഇസ് ഉമ്ര മേ ഹസി ഖുഷി സെ ജീന ചാഹി. ഈ പ്രായത്തിൽ സന്തോഷവും ചിരിച്ചുമാണ് ജീവിക്കേണ്ടത്. ബച്പൻ ജീവൻ കെ സുന്ദർ ദിൻ ഹെ. കുട്ടിക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിലെ സുന്ദരമായ ദിവസങ്ങളാണ്. ഇസ്ലിയെ വർത്തമാൻ മേ ജീ ഭർക്കർ ജീനെ കെ ലിയെ മാ കഹത്തി ഹെ. അതുകൊണ്ട് വർത്തമാനകാലത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനാണ് അമ്മ പറയുന്നത്. ഭവിഷ്യ കെ സംബന്ധ മേ അശാന്തി ഹോക്കർ ജീനെ കി സറൂരത്ത് നഹി.
ഭാവിയെക്കുറിച്ചോർത്ത് അസ്വസ്ഥതയോടുകൂടി ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് അമ്മ ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, यूं तो बड़ी बुआ गुडली को अच्छी लगती है पर उनसे बात करना उसे कुछ ഖാസ് പസന്ത് नहीं क्यों? വല്യപ്പച്ചിയെ ഗുഡലിക്ക് ഇഷ്ടമാണ്, പക്ഷേ അവരോട് സംസാരിക്കുവാൻ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? उत्तर, बड़ी बुआ से बात करें तो वह हमेशा उपदेश देती है, जैसे ऐसा मत करो, ऐसे पट पट मत बोलो, ऐसे धम धम मत चलो ആദി. അപ്പച്ചിയോട് സംസാരിച്ചാൽ എപ്പോഴും അത് ചെയ്യരുത്, ഉറക്കെ സംസാരിക്കരുത്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കരുത് തുടങ്ങിയ ഉപദേശങ്ങൾ തുടങ്ങും. യെ സബ് ഗുഡലി പസന്ത് നഹി കർത്തി. ഗുഡലിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇസ്ലിയെ ഗുഡലി ബുവാസെ ബാത്തേം കർണ നഹി ചാഹത്തി. അതുകൊണ്ടാണ് അവൾക്ക് അപ്പച്ചിയോട് സ്നേഹമുണ്ടെങ്കിലും അവരോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, अरे बेवकूफ़ यह घर तो पराया है, बुआ गुडली से ऐसा क्यों कहती है? എടി വിഡ്ഢി, ഈ വീട് അന്യൻ്റേതാണ്. അപ്പച്ചി ഗുഡലിയോട് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? उत्तर, बुआ ने गुडली से पूछा कि तू क्या अपने घर जाकर इसी प्रकार व्यवहार करेगी? നീ നിൻ്റെ വീട്ടിൽ ചെന്ന് ഇപ്രകാരം പെരുമാറുമോ എന്ന് അപ്പച്ചി ഗുഡലിയോട് ചോദിച്ചു. തബ് ഗുഡലി നെ കഹാ കി യഹ് ഘർ തോ മേരാ ഹി ഹെ. അപ്പോൾ ഗുഡലി പറഞ്ഞു, ഈ വീട് എൻ്റേത് തന്നെയാണ്. യഹി തോ മേരാ ജന്മുവാ ഹെ. ഇവിടെയാണ് ഞാൻ ജനിച്ചത്. യഹ് സുൻകർ ബുവാ നെ ഉസ്സെ കഹാ കി അരി ബേവക്കൂഫ് യഹ് ഘർ തോ പരായ ഹെ. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് അപ്പച്ചി അവളോട് പറഞ്ഞു, വിഡ്ഢി, ഈ വീട് അന്യൻ്റേതാണ്. बुआ के कहने का मतलब यह है कि लड़कियों के लिए ससुराल ही अपना घर है. പെൺകുട്ടികൾക്ക് അമ്മായിയച്ഛൻ്റെ വീട് തന്നെയാണ് സ്വന്തം വീട് എന്നാണ് അപ്പച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ലഗാ ജैसे उसके पैरों के नीचे से ज़मीन खींच ली गई हो. തൻ്റെ കാൽ കീഴിലെ മണ്ണ് വലിച്ചു മാറ്റിയതുപോലെ തോന്നി. ഗുഡലിക്കോ ऐसा क्यों लगती है. ഗുഡലിക്ക് ഇങ്ങനെ തോന്നിയത് എന്തുകൊണ്ട്? उत्तर, बड़ी बुआ ने गुडली से कहा कि यह घर तेरा नहीं पराया है. ഇത് നിന്റെ വീടല്ല, അന്യൻ്റേതാണ് എന്ന് മൂത്ത അപ്പച്ചി ഗുഡലിയോട് പറഞ്ഞു. തബ് ഗുഡലിനെ കഹാ കി മേ നഹി മാൻതി. അപ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗുഡലി പറഞ്ഞു. മേ ഇസ് ഘർ മേ ഹി പൈദാ ഹുയി ഹോ. ഞാൻ ഈ വീട്ടിൽ തന്നെ ജനിച്ചതാണ്. ഗുഡലിക്ക് മാമ്പി ബുവാക്കെ പക്ഷ മേംതി. ഗുഡലിയുടെ അമ്മയും അപ്പച്ചിയുടെ പക്ഷത്തായിരുന്നു. മാങ്കോബി ബുവാക്ക സാത്ത് ഹോത്താ ദെക് ഗുഡലിക്കോ ऐसा लगा जैसे उनके पैरों के नीचे से ज़मीन खींच ली गई हो. അമ്മയെയും അപ്പച്ചിയുടെ പക്ഷത്ത് കണ്ട ഗുഡലിക്ക് അവളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് വലിച്ചു മാറ്റിയതുപോലെ തോന്നി. അടുത്ത ക്വസ്റ്റ്യൻ, पर ताऊजी उसमें भैया के छोटे से बेटे का भी नाम है जो अभी बोल भी नहीं सकता, तो मेरा यहाँ कौन सी सामाजिक अव्यवस्था की झलक मिलती है. എന്നാൽ വല്യച്ഛ, അതിൽ ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ പേര് പോലും ഉണ്ടല്ലോ, അവൻ സംസാരിക്കാൻ പോലും ആയിട്ടില്ലല്ലോ. എന്നിട്ടും എൻ്റെ ഇവിടെ ഏത് സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? उत्तर, यहाँ परिवार में लड़का लड़की के भेदभाव की ओर संकेत है. ഇത് കുടുംബത്തിൽ ആൺകുട്ടിയോടും പെൺകുട്ടിയോടുമുള്ള വേർതിരിവിനെ സൂചിപ്പിക്കുന്നു. കിത്തനാ ഭി ചോട്ടാ ഹോ യദി വഹ് ലഡ്കാ ഹേ തോ അപ്നാ ഹേ. എത്ര ചെറുപ്രായമായാലും ആൺകുട്ടിയാണെങ്കിൽ സ്വന്തവും, ലഡ്കി ഹേ തോ പരായ, പെൺകുട്ടിയാണെങ്കിൽ അന്യൻ്റെ സമ്പത്തുമാണ്. ഇസ്ലിയെ ലഡ്കോം കോ പരിവാർ മേ സ്ഥാൻ മിൽത്താ ഹേ. അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് കുടുംബത്തിൽ സ്ഥാനം ലഭിക്കുന്നത്. ജോ ലഡ്കിക്കോ നഹി, പെൺകുട്ടികൾക്ക് ലഭിക്കുന്നില്ല.